നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മടങ്ങി വന്നത് അതിന് പിന്നില് അമ്മ എന്നെ തേടി വീട്ടിലേക്ക് വന്നു എന്നുള്ള കാരണം കൂടിയുണ്ട്. ഒന്ന് ആലോചിച്ച എത്ര കാലം വെച്ചിട്ടാ ഞാനും അഭിമാരും ഒറ്റയ്ക്ക് കഴിയുന്നേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ദിവസം ഓരോരോ പ്രശ്നങ്ങളാ. ഇന്നും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാ മതിയോ? എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? അത് ശരി. അപ്പൊ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ? അതെനിക്കിഷ്ടപ്പെട്ടു. അതൊന്നുമല്ല ഭാവനച്ചി കാരണം. ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ എന്റെ മോളുടെ ഭാവിയായിരിക്കും അവതാളത്തിലാവുന്നേ. അറിയാലോ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതുപോലെയൊന്നും ആവില്ല ഇനിയുള്ള കാലം. ഇപ്പോഴാവുമ്പോ ഞാനൊന്ന് താഴ്ന്നു കൊടുത്താ മതി. ഇല്ലെങ്കിൽ അബിയുടെ ഭാരിച്ച സ്വത്തിൽ നിന്നും 1 രൂപ പോലും ഞങ്ങളുടെ മോൾക്ക് കിട്ടില്ല. ഓ, അപ്പൊ അതാണ് പ്രധാന കാരണം. അംബാലിക ആന്റിയുടെ ഭാരിച്ച സ്വത്ത് മറ്റാരെങ്കിലും കൊണ്ടുപോയാലോ എന്നുള്ള ചിന്തയാണ് നിന്റെ ഈ മനമാറ്റത്തിനുള്ള കാരണം അല്ലേ? ഇതെന്റെ അനിയത്തി ഭാമ തന്നെയാണോ? ചേച്ചി എന്താ അങ്ങനെ ചോദിച്ച? എന്റെ അനിയത്തി ഭാമയാണെങ്കിൽ ആളൊരു പേടിക്കുടുക്കയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ഭാമയല്ല. ഇന്നും ഒരാൾ ഒരുപോലെ ഇരിക്കില്ലല്ലോ ചേച്ചി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഭാര്യയല്ലേ, ഞാനൊരു അമ്മയല്ലേ. ഇപ്പൊ ഞാൻ ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നരകയാതന അനുഭവിച്ച പോലെ ഞാനും ഭാവിയിൽ കിടന്ന് ഓടേണ്ടി വരും. അപ്പൊ നീ മിടിക്കുക. പക്ഷെ ഇടയ്ക്ക് നീ ഈ വീട്ടിൽ അനുഭവിച്ചതൊന്നും മറന്നു പോകരുത്. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഉടമസ്ഥൻ താലോലിച്ചു വളർത്തിയ പെരുമ്പാമ്പ് ദിവസങ്ങളോളം ആഹാരമൊന്നും കഴിക്കാതെ തന്റെ യജമാനോടൊപ്പം കഴിഞ്ഞത്. ഒടുവിൽ എന്തുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട പാമ്പ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നതെന്നറിഞ്ഞ യജമാനൻ ഞെട്ടിപ്പോയി. തന്നെ മൊത്തമായും ഭക്ഷണമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ പെരുമ്പാമ്പ്. അതുപോലെ നിന്നോട് എല്ലാ പകയും തീർക്കാൻ വേണ്ടി ആകരുത് ആന്റിയുടെ സമീപനം. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ ഈ കഥ പറഞ്ഞത്. ഈ കഥകളെക്കാളും ഭീകരമായിരുന്നു ആന്റി നിന്നോട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ. പിന്നൊരാശ്വാസം അരുന്ധതിയും കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതാ. ആ ഒരു കാരണം കൊണ്ട് നിന്നോട് അല്പം ദയ തോന്നിയ നീ രക്ഷപ്പെട്ടു. എന്തായാലും ഇനിയും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിങ്ങൾക്കൊരു കുടുംബമായെങ്കിലും എനിക്കൊരിക്കലും നിന്നെ തള്ളിക്കളയാനാവില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ വന്നതൊന്നും ആന്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വരാതിരുന്ന ശരിയാവില്ല ഭാമേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള തോന്നൽ ആന്റിക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഇറങ്ങാം. സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയ കാര്യം ഇതുവരെ സൂര്യ അറിഞ്ഞിട്ടില്ല. അറിയുന്ന നിമിഷം എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാ. അത് പിന്നെ നടക്കാതിരിക്കുവോ? 1-2 രൂപയൊന്നും അല്ലല്ലോ ഒറ്റയടിക്ക് പോയത്. 10 കോടി രൂപയല്ലേ? 10 കോടി രൂപ. നമ്മൾ സംശയിക്കാതിരുന്നാ മതി. എനിക്ക് അതേ പറയാനുള്ളൂ. സംശയിക്കാതിരിക്കാൻ ചാൻസ് ഒന്നും ഇല്ലമ്മേ. ഈ വീട്ടിൽ നിന്നാണ് സൂര്യയുടെ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ തെളിയും. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവരെ സൂര്യ സംശയിക്കും. എന്തായാലും ഭാവനയെ സൂര്യ ഒരിക്കലും സംശയിക്കത്തില്ല. അപ്പൊ പിന്നെ ചാൻസ് നമുക്കല്ലേ മോളെ? അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. നീ പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഒരു ഉത്ഭവം പോലെ. അച്ഛനല്ലെങ്കിലും പറയുന്ന നേരത്തല്ലേ ഉള്ളു ധൈര്യം. പിന്നെ പേടിയാണല്ലോ. വയസ്സായി വരികയല്ലേ മോളെ?
പഴയതുപോലെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ധൈര്യശാലിയല്ലേ? നിന്നോടല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ മോളോടല്ലേ പറഞ്ഞത്. എന്തായാലും മോള് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. അങ്ങനെയേ ചെയ്യാവൂ. ഒരു കുറ്റം ചെയ്യുന്നതല്ല അച്ഛാ പ്രയാസം, അത് ഒളിച്ചു വെക്കാനാണ് പ്രയാസം. എനിക്കറിയാം ഈ അച്ഛന് വേണ്ടിയാ നീ അതൊക്കെ ചെയ്തതെന്ന്. അത് മാത്രമല്ല അച്ഛാ, നമ്മളെ ഇവിടേക്ക് ആന്റി വിളിച്ചു വരുത്തിയത് എന്തിനാ? സൂര്യയും ഭാവനയും തമ്മിൽ അകറ്റാൻ. അതും ചതിയാണല്ലോ. അവിടെ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ പ്രതീക്ഷകളാ. അത് മോള് പറഞ്ഞതൊരു പോയിന്റ്. ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കൂടുതലൊന്നും നമുക്കിവിടുന്ന് കിട്ടാനില്ല. ഈ വീടും കുറച്ച് കാശും കിട്ടിയാലൊന്നും മണി ശർമ്മയുടെ കാശ് കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായത്. ഇതും കൂടി മോള് ചെയ്തില്ലായിരുന്നെങ്കിലേ ആ സുനിൽ ശർമ്മയോടൊപ്പം ദുബായിലെ ജയിലിൽ പോയി കിടക്കാനല്ലേ പറ്റുള്ളായിരുന്നു. അതെ അമ്മേ, എനിക്കും ജീവിക്കണം. ആ ഒരു മോഹം തന്നിട്ടാ ആന്റി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഈ 10 കോടിയൊന്നും ആന്റിക്ക് ഒന്നുമല്ലെന്ന് നമുക്കറിയാലോ. ഈ 10 കോടിയൊക്കെ ജയ്ക്ക് വെള്ളത്തിൽ ചായം കലക്കിയ പോലെ ഉള്ളു മോളെ. ആദ്യം ഇച്ചിരി പ്രയാസമൊക്കെ തോന്നും, പിന്നെ അതൊക്കെ അങ്ങ് മാറിക്കോളൂ. നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല, എനിക്ക് അതേ പറയാനുള്ളൂ. അത് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തില് ആർക്കും ഒരു സംശയം തോന്നാതെയും ശ്രദ്ധിക്കണം. അതെ, നിന്റെ അമ്മയോട് പറഞ്ഞാ മതി. ഇവക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താര് പറഞ്ഞാലും ഒരേ ഭാവമാ. പിന്നെ ഞാനെന്താ പൊട്ടിച്ചിരിക്കണോ അതോ പൊട്ടിക്കരയണോ? ആ കേക്ക്. അയ്യോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്തു. അമ്മ എന്ത് വേണമെങ്കിലും കാണിച്ചോ. പിന്നെ ഈ മുറിക്ക് പുറത്തു നിന്ന് ഒരിക്കലും ഈ കാശിന്റെ കാര്യവും ഈ സംഭവവും ചർച്ച ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒടുവിലെ പിടി വീണാലേ അകത്ത് പോകുന്നത് ഞാനായിരിക്കും. മോളെ, ഒരിക്കലും നിന്നെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇതേ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായാൽ നിനക്ക് പകരം ഈ അച്ഛനായിരിക്കും കുറ്റം സമ്മതിക്കാൻ പോകുന്നത്. അച്ഛൻ ആവശ്യമില്ലാത്തൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് മോളെ എതിർക്കായിരുന്നാ മതി. അമ്മേ, അച്ഛൻ എന്താ ഇങ്ങനെ? നിന്നെ വിഷമിപ്പിച്ചോണ്ടൊരു ജീവിതം അച്ഛനുണ്ടോ?